അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് വളരെയേറെ റഫറൻസുകൾക്ക് ശേഷം ഞാൻ തന്നെ രചിച്ചിട്ടുള്ള ഖുർആൻ ആസ്വാദന പാഠങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തെയാണ്. ഈ ഖുർആൻ ആസ്വാദന പാഠം എന്നുള്ള ഗ്രന്ഥം ഇതാണ്. ഈ ഗ്രന്ഥത്തിൽ ആദ്യം 30-ാം ജുസയിലുള്ള സൂറകളുടെ പഠനങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 29-ാമത്തെ ജുസ് 2-ാം വാള്യമായും 28-ാം ജുസ് 3-ാം വാള്യമായിട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിലൂടെ പൗരാണികവും ആധുനികവുമായ പഠനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഖുർആനിൻ്റെ വിശകലനത്തിലേക്കും വിശദീകരണത്തിലേക്കും കാലികമായ രീതിയിൽ കടന്നു ചെല്ലാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഈ പരമ്പരയിൽ ആരംഭിക്കാൻ വേണ്ടി വിചാരിക്കുന്നത് ഖുർആനിലെ 114-ാമത്തെ അധ്യായമായ സൂറത്തുൻ നാസിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വളരെ ബന്ധമുള്ളതും എളുപ്പമുള്ളതുമായ ഒരു അധ്യായം എന്നുള്ള നിലക്കാണ് ഈ അധ്യായത്തെ ആദ്യമായി പഠനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. തുടർന്ന് സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ ഇഖ്ലാസ് എന്നിങ്ങനെ മേലോട്ട് കയറിപ്പോകുന്ന രീതിയിലായിരിക്കും ഈ പഠന പരമ്പരയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതിൽ അതുതന്നെ ആദ്യമായി ഈ ഖുർആനിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ പാരായണവും തുടർന്ന് അതിൻ്റെ വാക്കാർത്ഥങ്ങളും പ്രത്യേക വിശകലനങ്ങളും തുടർന്ന് അതിൻ്റെ മൊത്തത്തിലുള്ള പരിഭാഷയും പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളുടെ സംക്ഷേപവും അതിനെ തുടർന്ന് ആ ഭാഗത്തെ വ്യക്തമാക്കുന്നതിന് ഖുർആൻ മറ്റിടങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള ആയത്തുകളെ കൂട്ടിവെക്കുകയും ചെയ്യും. അതോടൊപ്പം ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഹദീസുകളോ ചരിത്ര സംബന്ധിയായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും ഈ പഠന പരമ്പര മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈ പഠന പരമ്പരയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി 114-ാമത്തെ അധ്യായമായ സൂറത്തു അൻ നാസ് എന്നുള്ളതാണ്. അന്നാസ് എന്നുള്ളത് മനുഷ്യർ എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ്. ഈ സൂറക്ക് ഇപ്രകാരമാണ് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ അത് ഘടനയിൽ വെക്കപ്പെട്ടതിൽ ഏറ്റവും അവസാനത്തേതായ ഈ അധ്യായത്തിൽ 6 സൂക്തങ്ങളാണ് അടങ്ങുന്നത്. ഈ സൂറ മക്കയിൽ അവതരിച്ച മക്കിയായ സൂറയാണ്. അഥവാ മക്കിയ, മദനിയ എന്ന് പറഞ്ഞ് 2 തരത്തിലായി സൂറകൾ വിഭജിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. ഇതിൽ മക്കിയായ സൂറയിൽപ്പെട്ട ഒന്നാണിത്. മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്നതിൻ തിന്മകളുടെ മുഖ്യ വാതായനം പിശാചുക്കളുടെ ദുർബോധനമാണ് എന്നതാണ് ഇതിലടങ്ങുന്ന മുഖ്യ ആശയം. അതിനാൽ പിശാചുക്കളുടെ ദുർബോധനത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ മനുഷ്യരുടെ രക്ഷിതാവും രാജാവും ആരാധ്യനുമായ അള്ളാഹുവിനോട് അഭയം തേടാനുള്ള ആഹ്വാനമാണ് ഈ സൂറയുടെ ഉള്ളടക്കം. ഈ സൂറയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട്. സൂറത്തുൽ ഫലക്കുമായി ചേർത്തുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നുണ്ട്. പ്രസ്തുത ഹദീസ് സൂറ ഫലക്കുമായി ബന്ധപ്പെട്ട വിശകലനത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് ഉദ്ധരിക്കാവുന്നതാണ്. ഈ സൂറയിലെ 1-ാമത്തെ വാക്യം കുൽ അഊദു ബിറബ്ബിന്നാസ് എന്നുള്ളതാണ്. അതിൽ 1-ാമത്തെ വാക്ക് കുൽ എന്നുള്ളതാണ്. കുൽ എന്നുള്ളത് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ്. കാല എന്നുള്ളതിൽ നിന്ന് കൽപ്പന രൂപമായി വന്നിട്ടുള്ളതാണ് കുൽ എന്നുള്ളത്. പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വായനക്കാരനായ ഓരോരുത്തരോടും പ്രഥമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇങ്ങനെ പ്രഖ്യാപിക്കാനും പറയാനും വേണ്ടി പറയുകയാണ്. ഔദു എന്ന് പറഞ്ഞാൽ ഞാൻ ശരണം തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ബി റബ്ബിന്നാസ്, ബി റബ്ബിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ
രക്ഷിതാവിനോട്, മനുഷ്യരുടെ നാഥനോട് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മനുഷ്യരുടെ നാഥനോട്, രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു എന്നാണ് ഒന്നാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ വാക്യം മലിക്കിന്നാസ് എന്നുള്ളതാണ്. അതിൽ മലിക്ക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ജനങ്ങൾ. അപ്പോൾ മനുഷ്യരുടെ രാജാവിനോട് എന്നാണ് മലിക്കിന്നാസ് എന്നതിൻ്റെ സാരം. മൂന്നാമത്തെ വാക്യം ഇലാഹിന്നാസ് എന്നുള്ളതാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ്. ഇലാഹിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആരാധ്യനോട് എന്നാണ് അതിൻ്റെ അർത്ഥം. മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ് എന്നുള്ളതാണ് നാലാമത്തെ വാക്യം. മിൻ ഷെരി എന്ന് പറഞ്ഞാൽ, ഷർറ് എന്ന് പറഞ്ഞാൽ കെടുതി, ഉപദ്രവം, ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് അർത്ഥം. മിൻ ഷെരി എന്ന് പറയുമ്പോൾ കെടുതിയിൽ നിന്ന്. അൽ വസ്വാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദുർബോധകൻ എന്നാണ്, ദുർമന്ത്രണം നടത്തുന്നവൻ എന്നാണ്. അപ്പോൾ ദുർബോധകൻ്റെ, അൽ ഖന്നാസ്, ആ ദുർബോധകൻ്റെ ഒരു രീതിയും സ്വഭാവമാണ് വിശദീകരിക്കുന്നത്. ഖന്നാസ് ആണവൻ. ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഒരു ആശയം മനസ്സിലിട്ട് കൊടുത്തിട്ട് പിന്മാറിക്കളയുന്നവനായ. അപ്പോൾ ദുർബോധകൻ്റെ അഥവാ മനുഷ്യരുടെ രാജാവിനോട്, മനുഷ്യരുടെ ആരാധ്യനോട്, ദുർബോധനം നൽകി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന് എന്നുള്ളതാണ് ആ ആയത്തുകളുടെ സാരം. അല്ലദി യുവസ്വിസു ഫി സുദൂരിന്നാസ്. പിന്നീട് പറയുന്നത് അല്ലദി യുവസ്വിസു. അല്ലദി യുവസ്വിസു എന്ന് പറഞ്ഞാൽ, യുവസ്വിസു എന്ന് പറഞ്ഞാൽ ദുർമന്ത്രം നടത്തുന്നതാണ്, നടത്തുന്നു എന്നാണ്. അല്ലദി എന്നുള്ളത് അതിലേക്ക് ചേരുമ്പോൾ ദുർമന്ത്രണം നടത്തുന്നവൻ എന്നായി അർത്ഥം. അല്ലദി യഖൂലു പറയുന്നവൻ, അല്ലദി യുവസ്വിസു ദുർമന്ത്രം നടത്തുന്നവൻ, അല്ലദി യഫ്അലു പ്രവർത്തിക്കുന്നവൻ എന്നിങ്ങനെ. അല്ലദി എന്നുള്ളത് ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ട ഒരു പദമല്ല, ഇങ്ങനെ അത് മനസ്സിലാക്കിയാൽ മതി. അല്ലദി യുവസ്വിസു എന്ന് പറഞ്ഞാൽ ദുർമന്ത്രണം നടത്തുന്നവൻ, അല്ലദി യഖൂലു എന്ന് പറഞ്ഞാൽ പറയുന്നവൻ, അല്ലദി യഫ്അലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവൻ. ഫി സുദൂരി, സ്വദർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുദൂർ. ഫി സുദൂരി എന്ന് പറഞ്ഞാൽ മനസ്സുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫി സുദൂരി എന്ന് പറഞ്ഞാൽ മനസ്സുകളിൽ. ഫി സുദൂരിൻ നാസ്, അന്നാസ് മനുഷ്യരുടെ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവനായ, പിന്മാറിക്കളയുന്ന ദുർബോധകൻ്റെ ഇടങ്ങേറിൽ നിന്ന്, അവനുണ്ടാക്കുന്ന വൈഷമ്യങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നായിത്തീരുന്നു ഒന്നിച്ചുള്ള അതിൻ്റെ ആശയം. മിനൽ ജിന്നത്തി, അടുത്ത വാക്യം, ആറാമത്തെ വാക്യം അതാണ്. മിനൽ ജിന്നത്തി എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽ നിന്നുള്ള. അപ്പം ജിന്നുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പിശാചുക്കളുണ്ട്. ആ പിശാചുക്കൾ മനുഷ്യ മനസ്സിൽ ഗോപ്യമായി കടന്നു വന്ന് ദുർമന്ത്രണം നടത്തി കടന്നു പോകുന്നു. അതിൻ്റെ ഫലമായി മനുഷ്യരുടെ മനസ്സിൽ വസ്വാസുകൾ ഉണ്ടായിത്തീരുന്നു. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ഉള്ള. അപ്പോൾ ജിന്നുകളിലെ കൂട്ടത്തിൽപ്പെട്ട ഇത്തരം പിശാചുക്കൾ മനുഷ്യരായ ആളുകളുടെ മനസ്സിൽ ദുർമന്ത്രണം നടത്തി ആ മനുഷ്യർ പിശാചിൻ്റെ പിടിയാളുകളായി മാറി അവർ മറ്റുള്ള സഹോദരങ്ങളെ ഇപ്രകാരമുള്ള ദുർമന്ത്രണം നടത്തി തെറ്റായ ദുർബോധനം അവർക്ക് നേർക്കുനേരെ കൊടുത്തോ അല്ലെങ്കിൽ ഗോപ്യമായി നൽകിയോ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി സൂത്രത്തിൽ നടത്തുന്ന പരിശ്രമങ്ങൾ. ഈ പരിശ്രമങ്ങളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുന്ന. ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് ഈ സൂറയിലെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥവും പ്രയോഗവും ഒക്കെ അങ്ങനെയാണ്. ഇനി ഇതിൽ നിന്ന് പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ട രണ്ട് വാക്കുകളുണ്ട്. അതൊന്ന് അൽ വസ്വസത്ത് എന്നതാണ്. വസ്വസത്ത് എന്നതിൻ്റെ അറബിയിലുള്ള അതിൻ്റെ ആശയം കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് അൽ ഖത്രത്തു റദിഅ എന്നാണ്. തെറ്റായ തോന്നലുകൾ. അപ്പോൾ മനുഷ്യ മനസ്സുകളുടെ തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു മനുഷ്യൻ്റെ രക്തം പരിശോധിച്ച് രക്തത്തിൽ നിന്ന് രക്തത്തിൻ്റെ ഒരു ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ മനുഷ്യൻ്റെ മനസ്സിൽ ദുർബോധനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അനുഭവവേദ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ തെറ്റായ ദുർബോധനങ്ങൾ കടന്നു വരുന്നത്
പിശാചിൽ നിന്നുള്ളതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇതിലെ ആ വസ്വസത്ത് എന്ന വാക്ക് അതിൻ്റെ ക്രിയാധാതു മസ്ദറാണ്. മസ്ദറുകൾ രണ്ടെണ്ണമുണ്ട്. അതിലൊന്നാണ് വസ്വസത്ത്, വിശ്വാസ്. ഇത് രണ്ടും അതിൻ്റെ മസ്ദറുകളാണ്. അതിൻ്റെ ക്രിയാരൂപമാണ് വസ്വസ എന്നുള്ളത്. അതിൻ്റെ ഭൂതകാല രൂപം അഥവാ മാല്യ രൂപമാണ്. യുവസ്വിസു എന്നുള്ളത് അതിൻ്റെ മുലാരി ആയ വർത്തമാന ഭാവികാല രൂപവുമാണ്. അതിൻ്റെ ക്രിയാരൂപങ്ങൾ ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വസ്വസ യുവസ്വിസു എന്നുള്ളത്. അതിൽ നിന്ന് വരുന്ന നാമരൂപമാണ് വസ്വാസ് എന്നുള്ളത്. ഇവിടെ ആ വസ്വാസ് എന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ദുർബോധകൻ എന്നാണ്. ഇത് പിശാചിൻ്റെ ഒരു നാമമായിട്ടും ഉപയോഗിക്കപ്പെടുന്നു. ഈ കാര്യങ്ങൾ മുഫ്രദാത്ത്, ഖുർആൻ്റെ ആധികാരിക നിഘണ്ടുക്കളിലൊന്നായ മുഫ്രദാത്തിലും അതുപോലെ തന്നെ മുഖ്താറു സിഹാഹ് എന്ന് പറയുന്ന ഖുർആൻ്റെ പദങ്ങളെ വിശകലനം ചെയ്യുന്നതിനേറെ സഹായകമാകുന്ന ഡിക്ഷണറിയിലും വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം രണ്ടാമത് നമ്മൾ ഈ സൂറ പഠിക്കുമ്പോൾ കാര്യമായി വിലയിരുത്തേണ്ട, മുഖവിലക്കെടുക്കേണ്ട മറ്റൊരു വാക്കാണ് അൽ ഖന്നാസ് എന്നുള്ളത്. ഖന്നാസ് എന്നതിൻ്റെ ക്രിയാരൂപം ഖനസ എന്നാണ്. അതിൻ്റെ മീനിങ്, അർത്ഥം തഅഖറ എന്നാണ്. തഅഖറ എന്ന് പറഞ്ഞാൽ പിന്മാറി എന്നാണ്. അപ്പോൾ ഷെയ്ത്താൻ അള്ളാഹുവിനെ പറ്റി ഒരു മനുഷ്യൻ ഓർമ്മിക്കാൻ തുടങ്ങുന്നതോടുകൂടി അവൻ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അതോ പിന്മാറിക്കളയുന്നു. ഇങ്ങനെ പിന്മാറിക്കളയുന്നവൻ എന്നാണ് ഖന്നാസ് എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഒളിച്ചു വന്ന് മനുഷ്യ മനസ്സുകൾ ദുർബോധനം ഇട്ട് തന്ന് സൂത്രത്തിൽ പിന്മാറിക്കളയുന്ന പിശാചിൻ്റെ പ്രവർത്തന രീതിയെയാണ് ഖന്നാസ് എന്ന വാക്കിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യം, ഈ പദത്തെ പറ്റിയുള്ള വിശകലനം മുഖ്താറു സിഹാഹ് എന്ന നിഘണ്ടു പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഈ സൂറയുടെ മൊത്തത്തിലുള്ള സാരം ഒന്ന് പറയുക: മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട്. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നൽകി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനമനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവനായ. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള. ഇതാണ് ഈ വാക്യങ്ങളുടെ നേർക്ക് നേരെയുള്ള പരിഭാഷ. ഇനി ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന, ഗ്രഹിച്ചെടുക്കാവുന്ന, മനസ്സിലാക്കാവുന്ന കാലികവുമായിട്ടുള്ള ആശയങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായ തഫ്സീറിൽ നിന്ന് രൂപം കൊണ്ടുവരുന്ന നമുക്ക് ഗ്രാഹ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മനുഷ്യരുടെ രക്ഷിതാവെന്ന നിലയിലും രാജാവെന്ന നിലയിലും ആരാധ്യനെന്ന നിലയിലും മനുഷ്യർക്ക് അവലംബമായിട്ടുള്ള അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു. ഇതാണ് നമ്മൾ ഒന്നാമതായി പറയുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന വൈഷമ്യങ്ങളിൽ രക്ഷ നൽകാൻ പ്രാപ്തനായവനോടാണ് അഭയം തേടേണ്ടത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. ആ നിലക്ക് മനുഷ്യരായ നമ്മെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ മേൽ എല്ലാവിധ അധികാരങ്ങളും വെച്ചു പുലർത്തുകയും ചെയ്യുന്നവനായ അള്ളാഹുവാണ് അഭയം നൽകാൻ ഏറ്റവും യോഗ്യൻ. അതിനാൽ തന്നെ ആ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്നാണ് ആദ്യം പറയുന്നത്. ജീവിതത്തിൽ തിന്മയുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നതിന് പ്രേരണയായിത്തീരുന്നത് മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ദുശ്ചിന്തകളുടെ കടന്നുകയറ്റമാണ് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. തെറ്റായ പ്രേരണകളും പ്രോത്സാഹനങ്ങളും ചിന്തകളും എവിടെ നിന്നാണ് മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഇതൊരു ലബോറട്ടറിയിലെ രക്തസാമ്പിളിൻ്റെ രാസപരിശോധനയിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ മനസ്സിൽ ദുശ്ചിന്ത ഉയർക്കൊള്ളുന്നുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യവുമാണ്. ആ ദുശ്ചിന്തയുടെ ഈ പ്രേരണയും അതിൻ്റെ പ്രേരകനും ആരാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പിശാചാണ്. അവൻ മനുഷ്യനെ കായികമായി ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. അവനെ കായികമായി ആക്രമിക്കുന്നതിനേക്കാളേറെ അവനെ മനസ്സിൽ തെറ്റായ ചിന്തകൾ കടത്തിവിട്ട് പിന്മാറിക്കളയുന്നു. അതോടുകൂടി തന്നെ അവനെ കായികമായി ആക്രമിക്കുന്നതിനേക്കാളേറെ
അവനെ എല്ലാ ദുരന്തങ്ങളിലേക്കും തെറ്റുകളിലേക്കും കൊണ്ടുപോകാൻ അത് മുഖേന പിശാചിന് സാധിക്കും. മനുഷ്യരുടെയും ജിന്നുകളുടെയും കൂട്ടത്തിൽ നിന്നുള്ള പിശാചുക്കൾ വ്യാമോഹങ്ങളും വാഗ്ദാനങ്ങളും നൽകി മനുഷ്യരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ദുശ്ചിന്ത കടന്നു വരുന്നു. അതെവിടെ നിന്നാണ് ആ പ്രേരണ വരുന്നത്? അത് മനസ്സിൻ്റെ ഏത് കോണിൽ നിന്നാണ്? അത് ആരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനുള്ള കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരമാണ് ഈ വാക്യം നമുക്ക് നൽകുന്നത്. ഈ കാര്യത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരല്ലെങ്കിലോ നമ്മളതിൽ അശ്രദ്ധരായി അതിൽപ്പെട്ട് നാശത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. അതിനാൽ തന്നെ ഈ കാര്യത്തെപ്പറ്റിയുള്ള ഉത്ബോധനവും പ്രബോധനവുമാണ് ഈ ഭാഗത്തുള്ളത്. പിശാചുക്കൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിന് അതീവ സൂക്ഷ്മവും തന്ത്രപരവുമായ അടവുകളാണ് പയറ്റുന്നത്. ഓരോ മനുഷ്യനെയും അവൻ്റെ തരവും രീതിയും നോക്കി അവനിൽ തെറ്റായ ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് കടത്തിവിടുന്നു. ഓരോ മനുഷ്യനെ നിരീക്ഷിച്ച് ആ മനുഷ്യനെ എങ്ങനെ തെറ്റിക്കാമെന്ന് നോക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേക്ക് പിശാച് കടത്തിവിടുന്നത്. ചിലരിൽ പിശാച് കിബിർ അഥവാ അഹംഭാവം അത് ഉദ്ദീപിക്കുന്നു. മറ്റു ചിലരിൽ പിശാചിന് എളുപ്പം പിടികൂടാൻ കഴിയുന്ന കാര്യം അസൂയ, ഹസദ് എന്ന രോഗമാണെങ്കിൽ പിശാച് അതാണ് മനുഷ്യ മനസ്സിൽ കടത്തിവിടുന്നത്. ചിലരിൽ അമിത ഭക്തി കയറ്റിവിടുന്നു. മറ്റു ചിലരിലോ ഭൗതിക ജീവിത മോഹം കടത്തിവിടുന്നു. പണ്ഡിതനെ വഴിതെറ്റിക്കാൻ പറ്റിയ അടവുകൾ എന്താണെന്ന് നോക്കി അത് പയറ്റുന്നു. പാമരനെ തെറ്റിക്കാൻ അവന് എന്തൊക്കെ മോഹങ്ങളാണ് നൽകേണ്ടതെന്ന് നോക്കി അത് കൊടുക്കുന്നു. പണക്കാരനെ തെറ്റിക്കാൻ പണത്തിൻ്റെ പളുപളുപ്പ് ഉപയോഗിക്കുന്നു. പാവപ്പെട്ടവനെ അബദ്ധത്തിൽ ചാടിക്കാൻ ദാരിദ്ര്യത്തിൻ്റെ ദുരിതങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അവനെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ തരം പോലെ ഓരോരുത്തരെയും വഴിതെറ്റിക്കാൻ പാകത്തിലുള്ള അടവുകൾ പുറത്തെടുക്കുന്നു. ഒരു മനുഷ്യനെയും നിർബന്ധപൂർവം തിന്മയിൽ പിടിച്ചു കെട്ടാൻ പിശാചിന് സാധ്യമല്ല. എന്നാൽ ശക്തമായ പ്രേരണകളുടെ അലമാലകൾ ഉയർത്തിവിടാൻ പിശാചിന് സാധിക്കും. നമ്മുടെ മനസ്സുകളിൽ പിശാച് കടത്തിവിടാൻ വിചാരിക്കുന്ന ദുശ്ചിന്തകളുടെ തരാതരങ്ങളെപ്പറ്റി നാം സദാ ബോധവാന്മാരായിരിക്കണം. അതോടൊപ്പം നാം അറിയാതെ നമ്മുടെ മനസ്സിൽ വേലിയേറ്റം നടത്താൻ സാധ്യതയുള്ള ദുശ്ചിന്തകളിൽ നിന്നുള്ള മോചനത്തിനായി അള്ളാഹുവിൽ ശരണം തേടുകയും ചെയ്യണം. ഈ വക കാര്യങ്ങളാണ് ഈ സൂറയിൽ നിന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാരാംശം, പിശാച് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ദുർമന്ത്രണങ്ങൾ നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ജിന്നുകളിലെ പിശാചുക്കൾ. അപ്പോൾ അവർ കടന്നു വന്ന് നമ്മൾ അറിയാതെ നമ്മിൽ ദുഷ്പ്രേരണ ഉണ്ടാക്കിവിടുന്നു. ആ ദുഷ്പ്രേരണയെ നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ നമ്മൾ തെറ്റിലേക്കും വഴികേടിലേക്കും അധർമ്മങ്ങളിലേക്കും അനാവശ്യങ്ങളിലേക്കും അധാർമികതകളിലേക്കും പോകുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. അതിനാൽ തന്നെ പിശാച് ഇങ്ങനെ കടന്നു വന്ന് തന്നെ സ്വാധീനിക്കുന്നതിനെ പറ്റി സദാ ജാഗരൂകരാവുകയും അതോടൊപ്പം ആ കാര്യത്തിൽ പടച്ചവനോട് തനിക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ, സംരക്ഷണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സൂറയിൽ അടങ്ങുന്നത്. ഇതിനോടൊപ്പം ഈ പിശാചിൻ്റെ ദുർബോധനം കേട്ട് അതിൻ്റെ അതേ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്ന മനുഷ്യരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ആളുകളും അവരും നമ്മെ ഏതെങ്കിലും നിലക്ക് നാം അറിയാത്ത വിധം നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ദുർമന്ത്രണങ്ങളും ദുർബോധനങ്ങളും നമ്മുടെ ചെവിയിൽ ഓതിത്തരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ സദാ ജാഗരൂകരാവുകയും ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ് ഈ സൂറ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പിശാചിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പിശാച് മനുഷ്യരിൽ എപ്രകാരമാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളത് ഖുർആൻ നമുക്ക് വ്യത്യസ്ത ആയത്തുകളിലും സൂറകളിലുമായിട്ട് ഭിന്നമായ ശൈലിയിൽ വിശദീകരിച്ചു തരുന്നുണ്ട്. അതിനപ്പുറം നമുക്ക് തോന്നിയ രീതിയിൽ പിശാച് ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് നമ്മൾ സങ്കല്പിച്ചെന്തെങ്കിലും ഉണ്ടാക്കി അത്തരത്തിൽ പിശാചിനെ നമ്മൾ പേടിക്കുക, ഭയപ്പെടുക എന്നുള്ളത് ഒരിക്കലും കരണീയമായിട്ടുള്ള കാര്യമല്ല. പിശാചിനെ എவ்விധം സൂക്ഷിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞോ ആ കാര്യങ്ങളിൽ നമ്മൾ സദാ ജാഗരൂകരായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതല്ലാതെ ഓരോരുത്തരും തൻ്റെ മനസ്സിൽ തോന്നുന്ന ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന എന്തെങ്കിലും കഥകളുടെയോ ആശയങ്ങളുടെയോ അടിസ്ഥാനത്തിൽ പിശാചിനെ പറ്റിയുള്ള കഥകൾ മെനഞ്ഞ്
അത് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അതുവഴി പിശാചിനെ പറ്റിയുള്ള മറ്റു തരത്തിലുള്ള ഭയപ്പാടുകളും പേടികളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ ഖുർആനികമായിട്ടുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഖുർആൻ വിവരിക്കുന്നത് ഇത്തരുണത്തിൽ നമ്മൾ മറ്റു വാക്യങ്ങളിൽ നിന്ന് ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറ ഫാത്തിർ 6-ാം വാക്യത്തിൽ പിശാച് നമ്മുടെ ശത്രുവാണെന്ന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാം പലരെയും ശത്രുവായി കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ യഥാർത്ഥ ശത്രു പിശാചാണ്. പിശാചാണ് മറ്റ് ശത്രുതകളും ഉണ്ടാക്കുന്നത്. അപ്പോൾ പിശാചിനെ നമ്മൾ ശത്രുവായി കാണേണ്ടതിന് പകരം മറ്റു പലരെയും നമ്മൾ ശത്രുവായി കാണാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മൾ പിശാചിനെയാണ് വ്യക്തനായിട്ടുള്ള ശത്രുവായി കാണേണ്ടത്. ഇന്ന ഷെയ്ത്താന ലക്കും അദുവൻ, പരിശുദ്ധ ഖുർആൻ സൂറ ഫാത്തിർ 6-ാം വാക്യത്തിൽ പറയുന്നത് തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. ഫത്തഹിദൂഹു അദുവ, അതിനാൽ അവൻ നിങ്ങളെ ശത്രുവായി തന്നെ ഗണിക്കുക, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കുക. ഇന്നമാ യദുഉ ഹിസ്ബഹു, അവൻ അവൻ്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ലിയകൂനു മിൻ അസ്ഹാബി സഈർ, അവരെ ക്ഷണിക്കുന്നത് നരകാവകാശികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത് പിശാചാണ് നിങ്ങളുടെ ശത്രു, ശരിയായ ശത്രു പിശാചാണ്. അതിനാൽ പിശാചിനെ ശരിക്കുമുള്ള ശത്രുവായി മനസ്സിലാക്കി നമ്മെ അപകടപ്പെടുത്താൻ പിശാച് തരം നോക്കി വരാനുള്ള സാധ്യതകളുണ്ട് എന്ന ജാഗ്രത പാലിച്ച്, അത് തന്നെ എവിടെയാണ്, നമ്മുടെ മനസ്സിനകത്താണ് പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം എന്ന് മനസ്സിലാക്കി അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ, സുരക്ഷിതത്വം ഉണ്ടാക്കാൻ, ജാഗ്രത പുലർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതേസമയം പരിശുദ്ധ ഖുർആൻ മറ്റൊരു വാക്യത്തിൽ സൂറ നിസാ 76-ാം വാക്യത്തിൽ പറഞ്ഞു, ഇന്ന കൈത ശൈത്താനി കാന ലൈഫ, തീർച്ചയായും പിശാചിൻ്റെ കുതന്ത്രം വളരെ വളരെ ദുർബലമാണ്. അഥവാ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നാം ജാഗ്രത പാലിക്കണം. എന്നാൽ പിശാച്, നമ്മൾ ജാഗ്രത പാലിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് രക്ഷപ്പെടാൻ പറ്റും. അതേസമയം പിശാചിന് ഈ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് പൂർണ്ണമായി നമ്മളെ കീഴടക്കാൻ സാധ്യമല്ല. നമ്മൾ ജാഗരൂകരാണെങ്കിൽ, നമ്മൾ ജാഗരൂകർ അല്ലാതിരിക്കുമ്പോൾ മാത്രമേ പിശാചിന് നമ്മുടെ മനസ്സിൽ ഭയമിട്ട് തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിശാചിന് നമ്മൾ വിധേയരായി കൊടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അതിനാൽ നിങ്ങൾ പിശാചുക്കളെ ഭയപ്പെടരുത്, മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അങ്ങനെ ജീവിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ. പക്ഷെ പിശാചിനെ ശത്രുവായി നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു. സൂറ ആൽ ഇംറാൻ 125-ാം വാക്യത്തിൽ പറഞ്ഞു, ഇന്നമാ ദാലിക്കുമു ഷെയ്ത്താൻ യുഹവ്വിഫു ഔലിയാഹു, നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് പിശാച് മാത്രമാകുന്നു. അവൻ തൻ്റെ മിത്രങ്ങളെ പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അവരങ്ങനെയാക്കും, ഇവരിങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് പിശാച് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. ഫലാ തഹാഫുഹും, നിങ്ങളെന്നാൽ അവരെ ഭയപ്പെടാതെ, വഹാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടുവിൻ, ഇൻകുന്തു മുഅ്മിനീൻ, നിങ്ങൾ ശരിയായ രീതിയിൽ വിശ്വാസ കാര്യങ്ങളെപ്പറ്റി പഠിച്ച് അത് ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ വിശ്വാസത്തിൽ പിശാചിൻ്റെ കാര്യത്തിൽ തെറ്റായ വ്യതിയാനങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. പിശാചിനെപ്പറ്റി അമിതമായ ഭയപ്പാട് നിങ്ങൾക്കുണ്ടാകരുത്. പിശാചിൻ്റെ തന്ത്രങ്ങളെല്ലാം വളരെ ദുർബലമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിയാതെ ദുർമന്ത്രണങ്ങളിട്ട് നിങ്ങൾക്ക് പ്രേരണ നൽകി പോകുന്നതിനെപ്പറ്റി നിങ്ങൾ ജാഗരൂകരാകണം എന്നാണ് പറയുന്നത്. അതേസമയം പിശാച് ബാധയെപ്പറ്റി മസ്സു ഷെയ്ത്താൻ എന്ന പ്രയോഗം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് പലിശ വാങ്ങുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറ അൽ ബഖറ 275-ൽ പലിശ വാങ്ങുന്ന ആളുകൾക്ക് ബാധിക്കുന്ന അന്ധമായ മാനസികാവസ്ഥയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന മധ്യേ ഖുർആൻ അൽ ബഖറ 275-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്, പിശാച് പലിശ തിന്നുന്നവർ, പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. ഇത് സൂറ ബഖറ 275-ലുള്ളതാണ്. ഇവിടെ ഖുർആനിൻ്റെ ഈ പ്രയോഗം അഥവാ ഷെയ്ത്താനിൽ നിന്നുള്ള മസ് എന്ന് പറയുന്നത് ഭ്രാന്തിനെ ഉദ്ദേശിച്ച് മസ് എന്ന വാക്ക് അറബികൾ പറയാറുണ്ടായിരുന്നു. ബാധ, സ്പർശനം എന്നൊക്കെയാണ് ഇതിൻ്റെ വാക്കർത്ഥം. പിശാചിൻ്റെ ബാധ നിമിത്തമാണ് ഭ്രാന്തുണ്ടാകുന്നതെന്ന് അവരുടെ ധാരണയിൽ നിന്നാണ് ഭ്രാന്തിനെ ഉദ്ദേശിച്ച് ആ വാക്ക് പ്രയോഗത്തിൽ വന്നത്. മരണാനന്തരം ഖബറുകളിൽ നിന്ന് പുനർജീവിച്ച് എഴുന്നേൽക്കുമ്പോൾ പലിശ തീറ്റക്കാർക്കുണ്ടാകുന്ന അവസ്ഥയാണിത് എന്ന അഭിപ്രായവും
രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പലിശ മുതൽ കൊണ്ട് വയറ് നിറച്ചതിൻ്റെ ഫലമായി കിയാമത്തു നാളിൽ അവർക്ക് ശരിക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയാതെ ഭ്രാന്തന്മാരെ പോലെ ചെരിഞ്ഞും മറിഞ്ഞും വീണുകൊണ്ടിരിക്കുമെന്ന് സാരം. ആദ്യത്തെ വീക്ഷണമനുസരിച്ച് പലിശക്കാർ ഭ്രാന്തും ലഹരിയും പിടിക്കപ്പെട്ടവരെ പോലെ ആയിരിക്കും ഭൂമിയിൽ വർത്തിക്കുക. അഥവാ ധനം ശേഖരിക്കാൻ വേണ്ടി അവർ ഭ്രാന്തന്മാരെ പോലെ എന്തും ചെയ്തുകൊണ്ടിരിക്കും. രണ്ട് വീക്ഷണപ്രകാരമായാലും ഭ്രാന്ത് പിടിപെട്ടവരെ പോലെ എന്ന ഭാഷാ പ്രയോഗത്തിനു വേണ്ടിയാണ് പിശാജ് ബാധ എന്നുള്ളത് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. പിശാചിൽ നിന്നുള്ള ഈ തരത്തിലുള്ള ഏതു തരത്തിലുള്ള മസ്സുകൾ വന്നാലും അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു. മസ്സു വന്നാൽ ഇനി എന്ത് ചെയ്യണം, ആരെ സമീപിക്കണം, എന്താക്കണം എന്നുള്ളതിന് ഖുർആൻ നൽകുന്ന ഉത്തരം സൂറ അറാഫ് 201 വാക്യത്തിൽ പറയുന്നത് ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി തദക്കറു ഫൈദാഹും മുബ്സിറൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും ബാധിച്ചാൽ ഇതാ മസ്സഹും ത്വായിഫും മിന ശൈത്താൻ, അവർക്ക് അള്ളാഹുവെ പറ്റി ഓർമ്മ വരുന്നതാണ്. തദക്കറു, അപ്പോൾ അവർ അള്ളാഹുവെ പറ്റി സൂക്ഷ്മതയുള്ള ആളുകൾ ഓർക്കും. ഫൈദാഹും മുബ്സിറൂൻ, അപ്പോൾ അതാ അവർ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു. അതോടുകൂടി പിശാചിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവർക്ക് മോചിതരാകാൻ പറ്റും. അപ്പോൾ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ, ദിക്ർ, ശ്രദ്ധ അത് മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നതോടുകൂടെ പിശാചിൻ്റെ ദുർബോധനം അവിടെ നിന്ന് ഇല്ലാതാവും, ഇറങ്ങിപ്പോകും എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ പഠിത്തത്. സൂറ അറാഫ് 201 വാക്യത്തിലാണ്. ഇനി പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിൽ അഭയം തേടുകയാണ് വേണ്ടത് എന്നുള്ളത് സൂറ അറാഫ് 200 വാക്യത്തിലും പറയുന്നുണ്ട്. വൈമ യൻസഗന്നക മിനശ്ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാ. പിശാചിൽ നിന്ന് വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. ഇന്നഹു സമീഉൻ അലീം, തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറ അറാഫ് 200 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിശാചിൽ നിന്ന് വല്ല മസ്സു ഉണ്ടായാൽ അങ്ങനെ അപ്പോൾ ചെയ്യേണ്ട എന്താണ്? അള്ളാഹുവിൽ അഭയം തേടുക. ഔദു ബില്ലാഹി മിനശ്ശൈത്താനി റജീം എന്ന പ്രാർത്ഥനയാണ് അതിനുള്ളത്. അത് ചൊല്ലി അള്ളാഹുവിൽ അഭയം തേടുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി പിശാചിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയായിരിക്കും അതിനെ സംബന്ധിച്ചും പലവിധ ഊഹാപോഹങ്ങൾ സമൂഹത്തിൽ ആളുകൾക്കിടയിലും നിലവിലുണ്ട്. എന്നാൽ സൂറ ഹിജ്ർ 39-40 വാക്യത്തിൽ അള്ളാഹു പറയാണ്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വല ഉഗവ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഖാല റബ്ബി, അവൻ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ബിമ അഗ്വൈതനി, നീ എന്നെ വൈകേടിലാക്കിയതിനാൽ, ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂലോകത്ത് അവർക്ക് ഞാൻ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമായി തോന്നിക്കും. അങ്ങനെ വല ഉഗവ്വിയന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ വൈകേടിലാക്കുകയും ചെയ്യും എന്ന് പിശാജ് പ്രഖ്യാപിക്കുകയാണ്. പിശാജ് തൻ്റെ അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അതിലേക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ. അഥവാ പിശാജ് തന്നെ ചേർത്ത് പറഞ്ഞത് അവിടെ പറയുകയാണ്, അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരെ ഇപ്രകാരം പിടികൂടി സ്ഥിരമായി അധാർമികതയുടെ മേച്ചിൽപ്പുറങ്ങളിൽ കൊണ്ടുപോയി കെട്ടാൻ പിശാചിന് സാധ്യമല്ല എന്നുള്ളതാണ് സൂറ ഹിജ്ർ 39-40 വാക്യത്തിൽ പറയുന്നത്. അതോടൊപ്പം സൂറ ത്വാഹ 120 വാക്യത്തിൽ പറയുന്നു, ഫവസ്വസ ഇലൈഹി ശൈത്താൻ, പിശാജ് അദ്ദേഹത്തിന് ദുർബോധനം നൽകി. കാലയാ ആദം, ആദമേ, ഹൽ അതുല്ലുക്ക അലാ ഷജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യുബ്ല, അനശ്വരത നൽകുന്ന ഒരു വൃക്ഷത്തെ പറ്റിയും ക്ഷയിച്ചു പോകാത്ത ആധിപത്യത്തെ പറ്റിയും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. ഇത് സൂറ ത്വാഹ 120 ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച്, മനുഷ്യരുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ എപ്രകാരമാണ് പിശാജ് വഴിതെറ്റിച്ചത് എന്നുള്ളത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടെ പിശാജ് ശാരീരികമായ ഒരു ഉപദ്രവം ഏൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ദുർബോധനം നൽകി. ആ ദുർബോധനത്തിൽ എന്താ പറഞ്ഞത്? ഒന്ന് അനശ്വരത നൽകുന്ന വൃക്ഷത്തെ പറ്റിയുള്ള മോഹിപ്പിക്കുന്ന വാഗ്ദാനം മനസ്സിലിട്ട് കൊടുത്തു. അതേപോലെ ക്ഷയിച്ചു പോകാത്ത ആധിപത്യത്തെ പറ്റിയുള്ള വാഗ്ദാനവും നൽകി. ഇത് രണ്ടും മനസ്സിലിട്ട് കൊടുത്ത് അതുവഴിയായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വഴിതെറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഹദീസിൽ ഇത് സംബന്ധിയായി വന്നിട്ടുള്ള ചില പരാമർശങ്ങളും ഇതോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിശാച് മനുഷ്യരുടെ രക്തധമനികളിൽ സഞ്ചരിക്കുമെന്ന ഒരു പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് സന്ദർഭം പരിഗണിക്കാതെ പിശാച് മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടി ശാരീരിക രോഗങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന് തെളിവായിട്ട് ഉദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുള്ള സ്വഹീൽ ബുഖാരിയിൽ വന്നിട്ടുള്ള 7171 നമ്പർ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ആ ഹദീസ് ഇങ്ങനെയാണ്: അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്തത്തുഹു അരികിലായിട്ട് വന്നു ചേർന്നു സഫിയ ബിന്തു ഹുയൈ വന്നു ചേർന്നു. എന്നിട്ട് ഫലമ്മ റജഅത്ത്, അവർ തിരിച്ചു പോകുമ്പോൾ ഇൻതൊലക്ക മാഹ, നബി അവരോടൊപ്പം നടന്നു നീങ്ങി. ഫമറ ബിഹി റജുലാനി മിനൽ അൻസാർ, തത്സമയം അൻസാരികളിൽപ്പെട്ട രണ്ടാളുകൾ അതുവഴി കടന്നുപോയി. ഫദആഹുമ, അപ്പോൾ ആ രണ്ടുപേരെയും നബി തൻ്റെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് നബി ഫക്കാല, നബി പറഞ്ഞു, ഇന്നമാ ഹിയ സഫിയ, ഇത് സഫിയയാണട്ടോ എന്ന് പറഞ്ഞു. സഫിയ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഭാര്യയായ സഫിയയാണ് എന്ന കാര്യം അവരോട് പറഞ്ഞു. കാല, അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, കാല സുബ്ഹാൻ അല്ലാഹ്, അള്ളാഹു പരിശുദ്ധൻ, ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുമോ നബിയെ എന്നതാണ് അവരെ ആ ആശ്ചര്യ പ്രകടനത്തിലൂടെ പ്രകടിപ്പിച്ചത്. കാല, അപ്പോൾ അദ്ദേഹം നബി പറഞ്ഞു, ഇന്ന ഷെയ്ത്താൻ യജിരി, സഞ്ചരിക്കുന്നു, മിൻ ഇബിനി ആദം, ആദം സന്തതികളിൽ, മജ്റദ്ദമ്, അവരുടെ രക്തസഞ്ചാരം ഉണ്ടാകുന്നിടത്തൊക്കെ. ഇവിടെ ഈ സന്ദർഭത്തിൽ മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശാച് കടക്കുമെന്നുള്ള ശാരീരികമായ കാര്യങ്ങളെപ്പറ്റി അല്ല പരാമർശിക്കുന്നത്, മറിച്ച് മനുഷ്യ മനസ്സിൽ ദുർമന്ത്രണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റിയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്നാൽ ഹദീസിൻ്റെ സാഹചര്യം വിട്ടുകൊണ്ട് ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് മറ്റൊരു തരത്തിലുള്ള അർത്ഥതലത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. എന്നാൽ ഇവിടെ ശരിക്കും ഈ രണ്ടാളുകളുടെ മനസ്സിൽ പിശാച് വന്ന് നബി ഏതോ ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണ് എന്നുള്ള ഒരു തെറ്റായ ആശയം ഈ രണ്ടുപേരുടെ മനസ്സിലിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും ആ പ്രശ്നത്തെ ദൂരീകരിക്കാൻ വേണ്ടിയാണ് നബി പ്രകാരം ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യവും വ്യക്തമാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനുഷ്യ മനസ്സിൽ പിശാച് ഉണ്ടാക്കുന്ന ദുർമന്ത്രണങ്ങളെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ പരാമർശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതോടൊപ്പം മറ്റൊരായത്ത് കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കാര്യങ്ങൾ പിശാചിനെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും ജാഗരൂകരാകേണ്ടത് ഏതൊക്കെ മേഖലയിലാണ് എന്നുള്ള കാര്യം വ്യക്തമാകും. പിശാചിനെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് തിന്മയിൽ അകപ്പെടുത്താൻ സാധ്യമല്ല. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പോകുന്ന ഒരു മനുഷ്യനെ ശാരീരികമായി ദ്രോഹിച്ച് തിന്മയിൽ അകപ്പെടുത്താൻ പിശാചിന് സാധിക്കില്ല. ഉദാഹരണമായി, ഒരാൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി പോവുകയാണ്, അയാളെ വഴിയിൽ വെച്ചുകൊണ്ട് അയാളുടെ തലക്കടിച്ച് അയാളെ ബോധം കെടുത്തി വഴിയിൽ ഇടുക, എന്നിട്ട് അയാൾ പള്ളിയിൽ പോകുന്നത് തടയുക എന്ന രീതിയിലല്ല പിശാച് പ്രവർത്തിക്കുക. മറിച്ച് പിശാച് പ്രവർത്തിക്കുന്നത് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ സുബഹി നമസ്കാരത്തിന് പോകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ തണുപ്പാണിടാ, അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് ക്ഷീണമുണ്ട് തുടങ്ങിയ ദുർമന്ത്രണങ്ങൾ, തെറ്റായ ചിന്തകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അവന് ആ കാര്യത്തിൽ അവന് പറ്റുന്ന ചിന്ത എന്താണോ അത് ഇട്ട് കൊടുക്കും. ആ ഇട്ട് കൊടുത്തിട്ട് ആ രീതിയിൽ മനുഷ്യനെ തെറ്റിക്കുക എന്നുള്ളതാണ് പിശാച് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിം 22-ാം വാക്യത്തിൽ പിശാച് തന്നെ പരലോകത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന കാര്യം അള്ളാഹു നമുക്ക് പിശാചിൻ്റെ പ്രവർത്തന തലങ്ങൾ എപ്രകാരമാണ് എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. വക്കാല ഷെയ്ത്താൻ പറയും, ലമ്മ കുലിയൽ അമ്ര, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, ഇന്നല്ലാഹ വാദക്കും വാദൽ ഹക്ക്, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ആ വാഗ്ദാനം സത്യമാണ്. വാത്തുക്കും, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. അഖ്ലഫ്തുക്കും, ഞാൻ എന്നാൽ അത് ലംഘിച്ചിരിക്കുന്നു. ഒമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു തരത്തിലുള്ള അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅൗതുക്കും, എന്തല്ലാതെ നിങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതല്ലാതെ. ഫസ്തജബ്തുലി, ഞാൻ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ അതിന് ഉത്തരം നൽകി എന്ന് മാത്രം. അതല്ലാതെ എനിക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ സാധിക്കില്ലായിരുന്നു, നിങ്ങളെ ശാരീരികമായി ആക്രമിക്കാനൊന്നും സാധിക്കില്ലായിരുന്നു, നിങ്ങളെ ക്ഷണിക്കാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഫലാ തലൂമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. വലൂമു അംഫുസക്കും, നിങ്ങൾ സ്വയം തന്നെ ആക്ഷേപിച്ചു കൊള്ളുക. മാ അനബി മുസ്രിഹിക്കും, എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല.
അതേപോലെ തന്നെ ഒമാ അൻതും നിങ്ങളല്ല ബി മുസ്രിഖിയ എന്നെ സഹായിക്കുന്നവരുമല്ല, എന്നെ സഹായിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ല. ഇന്നീ കഫർത്തു ബിമ അശ്രക്തുമൂനി നിങ്ങൾ എന്നെ പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ നിഷേധിക്കുകയാണ്. മിൻ കബൽ നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നതിന്. ഇന്ന ലാലിമീന ലഹും അദാബുൻ അലീം തീർച്ചയായും അക്രമകാരികളാരോ അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. ഇബ്രാഹിം 22. ഈ വാക്യത്തിൽ കൃത്യമായി അള്ളാഹു പറയുന്നത് ഒമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, പിശാജ് പറയാണ് നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു ആധിപത്യവും ഇല്ല. ഇല്ല ആൻ ദാഉത്തുക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതല്ലാതെ ഫസ്തജബ്തും ലീ നിങ്ങൾ അതിന് ഉത്തരം നൽകി എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. അപ്പോൾ പിശാജ് നമ്മുടെ മനസ്സിൽ വന്ന് നടത്തുന്ന ദുർമന്ത്രണങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യമാണ് ഈ സൂറയിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് സാധാരണഗതിയിൽ ഓരോ ഫർദ് പിന്നാലെ ഇത് ചൊല്ലൽ സുന്നത്തായിട്ട് വെച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഈ സൂറ അങ്ങനെ സുന്നത്തായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരായ ഏതൊരാൾക്കും പ്രാപ്യമായ ഈ സൂറയിലൂടെ 114 ഈ അധ്യായത്തിലൂടെ പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലുടനീളം രക്ഷയും സുരക്ഷിതത്വവും സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് വളരെ മൗലികമായൊരു കാര്യമാണ്. അതിനാൽ ഈ കാര്യം മനസ്സിലാക്കി ഈ സൂറ പഠിച്ച് നമ്മൾ ആ രീതിയിൽ ജീവിതത്തിൽ ഒരിക്കലും പിശാചിൻ്റെ വിധേയരാകാതെ ജീവിച്ചു മരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.